ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, എൻ നൻപറുകളെ, മേരെ സാത്തിയോ. ഓക്കെ, ക്ലാസ് continues as usual. I am wearing sweater because too cold here, that's why. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സിമ്പിളായിട്ടുള്ള വാക്കുകൾ നമുക്ക് വളരെ സംസാരത്തിൽ ആവശ്യമായുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ. ഇപ്പോൾ നമ്മൾ ചോദിക്കും വാട്ട് യു വാണ്ട് ടു ഈറ്റ്. ഇപ്പോൾ ഡു ഒമിറ്റ് ചെയ്തുകൊണ്ടാണ് പല ആളുകളും സംസാരിക്കും വാട്ട് യു വാണ്ട് ടു ഈറ്റ്, ബട്ട് ഇറ്റ്സ് ഫുള്ളി വാട്ട് ഡു യു വാണ്ട് ടു ഈറ്റ്. आपको खाने के लिए क्या चाहिए. आपको खाने के लिए क्या चाहिए. உங்களுக்கு സാപ്പിടുறதுக்கு என்ன വേണം, എത് വേണം എന്നൊക്കെ ചോദിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതുപോലെ തന്നെ അപ്പോൾ അതിന് മറുപടി പറയാം ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് ടു ഈറ്റ്. എനിക്കൊന്നും വേണ്ട, കഴിക്കാനൊന്നും വേണ്ട എന്ന് പറയാറുണ്ട് അല്ലേ. മേരെ കോ ഖാനെ കെ ലിയേ കുച്ച് നഹി ചാഹിയേ എന്ന് പറയാം. കുച്ച് തോ ചാഹിയേ എന്ന് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പറയാം എനിക്ക് സാപ്പിടുறதுக்கு ഒന്നും തേവയില്ലേ, തമിഴ്മേ. ഓക്കെ, ദെൻ തേർഡ് വൺ നമ്മൾ പറയാം താങ്കൾ എവിടെ പോകുന്നു. വർ ആർ യു ഗോയിങ് അല്ലേ, വർ ആർ യു ഗോയിങ് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ എന്ത് പറയാതെ ആപ് കഹാം ജായിയേ, ആപ് കഹാം ജായിയേ. അപ്പം അതിന് നമ്മൾ പറയും നീങ്ക എങ്കേക്ക്, എവിടേക്ക് എന്നുള്ള എങ്കിൽ കലമ്പറത് എന്ന് ചോദിക്കാറുണ്ട്. ദെൻ നോക്കാം കം വിത്ത് മീ, എൻ്റെ കൂടെ വരൂ, വാ എന്നൊക്കെ പറയാം വിത്ത് റെസ്പെക്ട്, വരൂ അല്ലേ. ബട്ട് ഇൻ ഇംഗ്ലീഷ് ഐ ടോൾ യു ബിഫോർ ഓൺലി യു ഈസ് യൂസ്ഡ്. നിങ്ങളോ നീയോ താങ്കളോ എല്ലാം യു ആണ് യൂസ് ചെയ്യാറ്. ബട്ട് ഇൻ ഹിന്ദി, മലയാളം ആൻഡ് തമിഴ് നമ്മൾ ഡിഫറെൻ്റായി യൂസ് ചെയ്യും. തേർഡ് അല്ലേ, മൂന്നും വിത്ത് റെസ്പെക്ട് ആൻഡ് വിത്തൗട്ട് റെസ്പെക്ട്. എനിവേ കം വിത്ത് മീ എന്താ, മേരെ സാത്ത് ആയിയേ, മേരെ സാത്ത് ആയിയേ അല്ലെ, എന്നോട് കൂടെ വാങ്ങോ എന്ന് പറയും തമിഴിനെ. ദെൻ നെക്സ്റ്റ് വൺ നോക്കാം ടേക്ക് ദിസ് ടാബ്ലറ്റ് അല്ലെ, ഈ ഗുളിക കഴിക്കൂ. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക അല്ല കേട്ടോ, ഇവിടെ കഴിക്കുക എന്നുള്ള അർത്ഥം വേണ്ടി ഹാവ് അല്ലെ നമ്മൾ ഉപയോഗിക്കുന്ന നോക്കാം. ഹാവ് ദിസ് ടാബ്ലറ്റ് അല്ലെ. ഹാവിന് കുറേ മീനിങ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞിരുന്നു. ഹാവ്, ഹാഡ്, ഹാവ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഇംഗ്ലീഷ്, 3 of them. എനിവേ അപ്പോൾ പറയാം എന്താണ്, നമുക്കെന്ത് പറയാം ധവ ഇൻ ഇംഗ്ലീഷ്, ഖായേ ഖാവോ എന്നൊക്കെ പറയാം അല്ലേ. തമിഴില് നമ്മൾ ഇതിന് ടാബ്ലറ്റിന് മാത്ര എന്നൊക്കെയാണ് പറയുക, മാത്ര അല്ലേ. ഇന്ത മാത്ര ഈ സാപ്പിടുങ്കോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള കുറേ ക്ലിപ്സുകളാണ്, ടിപ്സുകളാണ്. അപ്പോൾ ഇത് നമുക്ക് വളരെയധികം നമ്മൾ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ദാറ്റ്സ് വൈ ഐ ഗാവ് യു ദിസ് കൈൻഡ് ഓഫ് simple one. Anyway, don't forget to watch my channels, my YouTube links, Step Up with English, Prakash TK Menon. Subscribe it, otherwise you can get the continuation of the classes. Then share it maximum as you can. Okay, my Facebook link, Step Up with English 108, Ek Shunya Art, following and share. My Instagram link, Prakash TK 7, Prakash TK 7. It's also following and share. Okay, then good night. Shubh Ratri.